ഗെയ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേപോലുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവേഴ്സ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നതിന് മൂലം നമ്മുടെ വണ്ടിക്കോ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ലിവേഴ്സോ എന്തെങ്കിലും കുഴപ്പം വരുമെന്നാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് KTM RC390യുടെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സാണ്. ഇത് NSലും ASലും RSലൊക്കെ ഡയറക്റ്റ് ഷൂട്ടാണ്. പിന്നെ KTMൻ്റെ വണ്ടികളായാലും ഈ ഒരു അഡ്ജസ്റ്റബിൾ ലിവർ വരാത്തതിൻ്റെ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും എല്ലാം ഡയറക്റ്റ് ഷൂട്ടായിട്ട് വെക്കാവുന്നതാണ്. ഒരു BS3 RC390ലേക്ക് ഈ ഒരു ലിവർ വരുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ഇത് ഡയറക്റ്റ് ഷൂട്ടായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് കാര്യങ്ങളെങ്കിൽ അതൊന്ന് പോയി നോക്കിയിട്ട് വന്നേക്ക്. അതത്ര ബുദ്ധിമുട്ടണ്ട, ആരും പോയി നോക്കാമെന്ന് പോകുന്നില്ല. ഇതിന് ഒരു 349 പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സെയിം അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവർ ആണെങ്കിൽ 1200 അടുപ്പിച്ച് പ്രൈസ് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ നോക്കണമെങ്കിൽ ആ വീഡിയോയിൽ തന്നെ പോയി നോക്കേണ്ടി വരും നിങ്ങൾ എന്തായാലും. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് നിങ്ങളുടെ വണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വണ്ടിക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അതിന് കാരണം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലച്ചിൻ്റെ പ്ലേയിലോ മറ്റൊരു കാര്യങ്ങളിലോ അല്ല. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈ ഹാൻഡിൽ ബാറും ഈ ഒരു ക്ലച്ചിൻ്റെ ലിവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ക്ലച്ച് പ്ലേയിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ നമ്മുടെ ക്ലച്ചിനെയൊക്കെ അഫക്റ്റ് ചെയ്യൂ. ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ക്ലച്ചിൻ്റെ ഒരു പ്ലേ ഇവിടെയാണ് ഇട്ടേക്കുന്നത്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടത്തെ ഒരു ഡിസ്റ്റൻസാണ് ലെന്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഈ ഒരു പ്ലേയിൽ അത് ഏതൊരു രീതിയിലുള്ള വ്യത്യാസവും കൊണ്ടുവരുന്നില്ല. പിന്നെ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതേപോലെ അഡ്ജസ്റ്റബിൾ വെച്ചാൽ പണി കിട്ടുമെന്ന്. അങ്ങനെ വെച്ചാൽ പണിയൊന്നും കിട്ടാൻ പോകുന്നില്ല. പണി കിട്ടും. നിങ്ങളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ വേറെ രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിവർ ഒരുപാട് നമ്മളെ ഹാൻഡിലിന് അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിടിക്കാൻ നേരത്ത് കുറച്ചൊരു ഇത് മാത്രമേ നമുക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യണം. പിന്നെ ഈ ഒരു തുമ്പത്ത് ഈ ഒരു പ്ലേ നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ട് തന്നെ വെക്കണം. ഇത് ഓവർ ടൈറ്റായിട്ടിരുന്നാലും ഓവർ ലൂസായിട്ടിരുന്നാലും നിങ്ങളുടെ ക്ലച്ച് പ്ലേറ്റിന് പണിയാണ്. അപ്പോൾ ക്ലച്ച് പ്ലേ എങ്ങനെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിട്ടുണ്ട്. അത് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കയറി നോക്കിയേക്ക്. അപ്പോൾ ഈ ഒരു ലിവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ പലവരെ ഫിംഗറിൻ്റെയൊക്കെ ലെന്തും പലതായിരിക്കും. അപ്പോൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു 1 2 3 4 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫിംഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ലെന്ത് കൂടുതലാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസിൽ ഇത് വെക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് ഗിയർ മാറാൻ പറ്റും. ഞാൻ വേറെ 2 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര ഒരു പിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇത് മറ്റേ ലെവലിനെക്കാട്ടി കുറച്ചുകൂടെ കംഫർട്ടുമാണ്, കാണാനും അത്യാവശ്യം കുറച്ച് ലുക്കും ഉണ്ട്. ഇതിനൊരു 349 വരെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ക്ലച്ചും ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിന് 1200 പ്രൈസ് വരുന്നുണ്ട്. ഞാൻ പിന്നെ അതിലോട്ട് നോക്കാനേ നിന്നില്ല. പിന്നെ ഇതിനിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് കുറേ മോക്സീരി അതിൻ്റെയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ക്വാളിറ്റിയിൽ എനിക്ക് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് നിന്നില്ല. ഈ KTMൻ്റെ ആകുമ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ അത്യാവശ്യം വിശ്വസിച്ച് തന്നെ വാങ്ങിച്ച് വയ്ക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റോക്ക് OEM ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ ലിവർ സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് നീലയും ചുവപ്പും ഒക്കെയാണ് കളർ വരുന്നത്. പിന്നെ എൻ്റെ ക്വാളിറ്റിയിലും ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് സെറ്റ് ചെയ്തിട്ടില്ല. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ക്ലച്ച് പ്ലേ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ കാര്യം ഏകദേശം തീരുമാനവും ഒരുപാട് ഓടുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റ ID കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കണ്ടിട്ട് അങ്ങ് പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് കൂടെ അടിച്ചേക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.